തിയേറ്റർ റിലീസിന് വന്നിട്ടും ഇപ്പോഴും OTT റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് സിനിമകളുണ്ട് ലിസ്റ്റിൽ, എന്നാലും നമുക്ക് ചില സിനിമകൾ മാത്രം എടുത്ത് പരിശോധിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമയിലേക്ക് അൺബോക്സ് ചെയ്യപ്പെടുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയാണെങ്കിൽ അൺബോക്സ് ചെയ്യപ്പെടുക ഈ കൂട്ടത്തില്. എന്തായാലും നമ്മുടെ ദിലീപ്, ഷൈനികം, മോഹൻലാൽ, മമ്മൂക്ക, പൃഥ്വിരാജ്, നിവിൻ പോളി, ആസിഫ്, ടൊവിനോ, ഉണ്ണിമുകുന്ദൻ എല്ലാവരും ഉണ്ട് ലിസ്റ്റിൽ. എന്തായാലും നമുക്ക് താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ സിനിമ നമ്മുടെ ബാന്ദ്ര എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. 2023 റിലീസ് ചെയ്ത മലയാള സിനിമയാണ്. നമ്മുടെ ഉക്രൈനാണ് സിനിമയ്ക്ക് സംവിധാനം അല്ലെങ്കിൽ തിരക്കഥ ചെയ്തത്. സംവിധാനം നമ്മുടെ അരുൺ ഗോപിയാണ്, നമ്മുടെ രാമലീല സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫ്ലോപ്പ് സിനിമയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. സാം എസ് ഒക്കെയാണ് പടത്തിൽ മ്യൂസിക്. നമ്മുടെ അജിത് വിനായക ഫിലിംസൊക്കെയാണ് സിനിമ നിർമ്മിച്ചത്. നമ്മുടെ എഡിറ്ററൊക്കെ വിവേക് ഹർഷനൊക്കെ ആയിരുന്നു. നല്ല കാസ്റ്റൊക്കെയാണ് നമ്മുടെ നമ്മുടെ ദിലീപ് ഏട്ടൻ, അതുപോലെ തന്നെ തമന്ന എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചത്. പക്ഷെ പടം OTT റിലീസ് ഇപ്പോഴും വന്നില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുമെന്നുണ്ടായിരുന്ന ഏതൊരു നൂറ്റാണ്ടില് ഇപ്പോഴും പടം OTT റിലീസിലില്ല, പെട്ടിയിൽ കിടക്കുകയാണ്. മറ്റൊരു സിനിമയാണ് നമ്മുടെ തങ്കമണി എന്ന് പറഞ്ഞ ദിലീപ് സിനിമ. വീണ്ടും ദിലീപിലോട്ട് തന്നെയാണ് വരുന്നത്. ദിലീപിന്റെ തങ്കമണി സിനിമ നോക്കുകയാണെങ്കിൽ 2024 പടം റിലീസിന് വന്നത്. ഒരു സർവൈവൽ ക്രൈം ത്രില്ലർ ബേസ്ഡ് ആയിട്ടാണ് വന്നത്. ശരിക്കും നടന്നൊരു കഥനാസ്പദമായി ഇടുക്കിയിലെ നമ്മുടെ കേരളത്തില്. ഓൾമോസ്റ്റ് ഡയറക്ടർ നമ്മുടെ രജീഷ് ഒക്കെയാണ് ചെയ്തത്. നമ്മുടെ ദിലീപേട്ടനൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിച്ചത്. വില്യം ഫ്രാൻസ് ഒക്കെയാണ് പടത്തിലെ മ്യൂസിക് കമ്പോസിങ്. ഇഫ്താർ മീഡിയ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ് സിനിമ നിർമ്മിച്ചത്. മാർച്ച് മാസം എങ്ങാണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2024 പടം റിലീസ് വന്നത്. സിനിമയുടെ OTT റിലീസ് സൈനാപ്ലയിൽ വരുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും സിനിമയുടെ OTT റിലീസ് വന്നിട്ടില്ല. മറ്റൊരു സിനിമയാണ് കഴിഞ്ഞ വർഷം 2025 ആദ്യവാരം റിലീസ് വന്ന നമ്മുടെ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. ഒരു സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് നമ്മുടെ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഷൈനികം ഒക്കെയാണ് പടത്തിൽ അഭിനയിച്ചത് കേന്ദ്ര കഥാപാത്രമായിട്ട്. ഡയറക്ഷൻ ഉണ്ണി സെൽവലിംഗമാണ്. മ്യൂസിക് നമ്മുടെ സയബേങ്കറാണ്. പുള്ളിക്കാരന് മാത്രം 2 കോടിയാണ് കൊടുത്തത് മോളിവുഡിന്റെ ഒരു ഡെബ്യൂട്ട് ഇൻട്രോന് മാത്രമായിട്ട്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ ബിനു ജോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ്. ഷൈനികം അതുപോലെ തന്നെ ശന്തു ഭാഗ്യരാജ് ഒക്കെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, പിന്നെ സെൽവരാഘവൻ. എന്തായാലും പടം ഇപ്പോഴും OTT റിലീസിന് വന്നിട്ടില്ല. ആമസോൺ പ്രൈമിൽ വരുമെന്നൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം ആദ്യവാരം. ഇതുവരെയായിട്ടും പടം OTT റിലീസിന് വന്നിട്ടില്ല. മറ്റൊരു സിനിമയാണ് നമ്മുടെ ഷൈനികത്തിന്റെ തന്നെ വേല എന്ന് പറഞ്ഞ സിനിമ. ഈ പടം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് വർഷമായിട്ടുണ്ട്. 2023 ഈ പടം റിലീസിന് വന്നത്. പടത്തിന്റെ ഡയറക്ടർ നമ്മുടെ സാം എസ് സി ആണ് പടത്തിൽ മ്യൂസിക്. ജോർജ് സെബാസ്റ്റ്യൻ അതുപോലെ തന്നെ ബുദാഷ എന്നിവരൊക്കെയാണ് സിനിമ നിർമ്മിച്ചത്. ഷൈനികം, സണ്ണി വെയിനെ, സിദ്ധാർത്ഥ ഭരതൻ എന്നിവരൊക്കെയാണ് ഈ പടത്തിൽ അഭിനയിച്ച കേന്ദ്ര കഥാപാത്രമായിട്ട് വേല എന്ന് പറഞ്ഞ സിനിമ. പടം ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്നാണ് കേൾക്കാൻ സാധിച്ചത്. പക്ഷെ പടം ഇപ്പോഴും OTT റിലീസിന് വന്നിട്ടില്ല. എന്തായാലും ഈ പടത്തിനെ കുറിച്ച് ഒരു അപ്ഡേറ്റിൽ ആമസോൺ പ്രൈം ആണെന്ന് പോലും അറിയുന്നില്ല. എന്തായാലും പടം ഈ അടുത്തെങ്ങാനും വരുമോ കൺബുക്ക് ചെയ്യപ്പെടുത്തുക. മറ്റൊരു സിനിമ നമ്മുടെ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിൽ റിലീസ് വന്ന ഒരു തെലുങ്ക് അമിട്ടാണ് നമ്മുടെ വിരുഷഭ എന്ന് പറഞ്ഞ സിനിമ. ട്രെയിലറൊക്കെ നല്ല പ്രോമിസിംഗ് ആണ്, നല്ലൊരു ക്വാളിറ്റി കാണാൻ സാധിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞു ഇവിടെ പടത്തിന്. OTT റിലീസിന് വന്നു കഴിഞ്ഞാൽ സിനിമ നമുക്ക് വിലയിരുത്താമായിരുന്നു. പടം ഇപ്പോഴും OTT റിലീസിന് വന്നിട്ടില്ല. ആരെങ്കിലും മേടിച്ചോ എന്ന് പോലും നിലവിൽ കൺഫേം ആയില്ല പടത്തിന്റെ OTT റൈറ്റ്സ്. എന്തായാലും പടം നമ്മുടെ ലാലേട്ടനൊക്കെയാണ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചത്. ഡയറക്ടർ, സ്ക്രീൻ പ്ലേ ഒക്കെ നന്ദ കിഷോറാണ് ചെയ്തത്. മ്യൂസിക് കമ്പോസിംഗ് സാം എസ് ഒക്കെയാണ്. അത് മാത്രമല്ല സിനിമ പ്രൊഡക്ഷൻ ഹൗസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറെ പേരുണ്ട്. എന്തായാലും പടം ഇതുവരെയായിട്ടും OTT റിലീസിന് വന്നിട്ടില്ല. എന്തായാലും കാത്തിരിക്കണേ ചെയ്യാൻ നമുക്ക് വിരുഷഭ സിനിമയുടെ OTT റിലീസിനായിട്ട്. മറ്റൊരു സിനിമ നമ്മുടെ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ ബസൂക്ക എന്ന് പറഞ്ഞ ലാലേട്ടൻ സിനിമയാണ്. ഈവൻ ലാലേട്ടന്റെ നമ്മുടെ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സൺ സിനിമയാണെങ്കിൽ പോലും OTT റിലീസ് പെൻഡിങ് ആയിരുന്നു. എന്നിട്ടും നമ്മുടെ സിനിമ OTT റിലീസ് വന്ന ആമസോൺ പ്രൈമില് ഡിസംബർ എങ്ങാണ്ടായിട്ട് കഴിഞ്ഞ വർഷം. പക്ഷെ ബസൂക്ക സിനിമ ഇപ്പോഴും OTT റിലീസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ല. പടം ZEE5 മേടിച്ചു എന്നൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഫർദർ അപ്ഡേറ്റ്സ് കാണാൻ സാധിച്ചില്ല. ഡിനോ ഡെന്നീസ് ആണ് സംവിധാനം ചെയ്തത്. ഒരു ചെറിയ ചെറുക്കനാണ്. മ്യൂസിക് നമ്മുടെ സബീദ് അബ്ബാസ് ഒക്കെയാണ്. അത്യാവശ്യം ആവറേജ് ആയിട്ട് മ്യൂസിക്. മമ്മൂക്ക, ഗൗതം വാസുദേവൻ, സണ്ണി വെയിൻ, ഷെയ്ൻടോ ചാക്കോ എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ച കേന്ദ്ര കഥാപാത്രമായിട്ട്. എന്തായാലും പടം ഇപ്പോഴും OTT റിലീസിന് വന്നിട്ടില്ല. ബസൂക്ക എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമ. മറ്റൊരു സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ നമ്മുടെ പൃഥ്വിരാജിന്റെ പുഷ്പ ലെവല് പടമായ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പുള്ളൊരു സിനിമയാണ്. ചെറിയ രീതിയിൽ പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് പടം റിലീസ് വന്നത്. നമ്മുടെ ജയൻ നമ്പ്യാരൊക്കെയാണ് സംവിധാനം ചെയ്യാൻ വന്ന സിനിമ. മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ സന്ദീപ് സെന, അതുപോലെ തന്നെ അനീഷ M തോമസ്, AV അനൂപ് എന്നിവരൊക്കെയാണ് പടം നിർമ്മിച്ചത്. സിനിമയുടെ റൈറ്റേഴ്സ് GR ഇന്ദുഗോപൻ ഒക്കെയാണ്. പിന്നെ രാജേഷ് പത്മനാഭൻ ഒക്കെയാണ് പടത്തിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. പടം എന്തായാലും വലിയൊരു അമിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു ഈ വർഷം ആദ്യവാരം തന്നെയായിട്ട്. ഷമ്മി തിലകൻ, പൃഥ്വിരാജൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചത്. ആമസോൺ പ്രൈം സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചു എന്നൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയായിട്ടും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ OTT റിലീസ് പെൻഡിങ്ങിന്റെ തന്നെ രാജാവായ നമ്മുടെ രാമചന്ദ്രൻ ബോസ് ആൻഡ് കോ, നമ്മുടെ നിവിൻ പോളി ചിത്രം, നമ്മുടെ ലെസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ച നമ്മുടെ രാമചന്ദ്രൻ ബോസ് ആൻഡ് കോയാണ്. ഹനീഫ് അഡാനിയൊക്കെയാണ് പടം സംവിധാനം തിരക്കഥ ചെയ്തത്.
നമ്മുടെ മാജിക് ഫ്രെയിംസ് മാത്രം നിവിൻ പോളിയുടെ JR പിക്ചേഴ്സ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂസിക് നമ്മുടെ മിഥുൻ മുകുന്ദനൊക്കെയാണ്. നമ്മുടെ വിനയ് ഫോർട്ട്, നിവിൻ പോളി, മൊയ്ത ബൈജു, അതുപോലെ തന്നെ അർഷ, ചന്ദിനി, ബിജു, ബൈജു, അതുപോലെ തന്നെ ജാഫ്രിഡിക്ക് പടത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിന്റെ OTT-നെ കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ല ഇത്രയും വർഷമായിട്ട്. നമ്മുടെ മാജിക് ഡ്രീംസ് പറഞ്ഞിരുന്ന ഒരു ഇന്റർവ്യൂവിൽ റീസെന്റ് ആയിട്ട് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പടത്തിന്റെ OTT റൈറ്റ്സ് മേടിച്ചാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷെ ഇതുവരെയായിട്ടും ആരും പടത്തിന്റെ OTT റൈറ്റ്സ് മേടിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. എന്തായാലും ഇതുവരെയായിട്ടും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു റൂമേഴ്സും കാണാൻ സാധിച്ചില്ല OTT റൈറ്റ്സ് ആര് മേടിച്ചു എന്ന്. എന്തായാലും മലർ മാക്സ് മേടിച്ചു എന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നു ഏതൊരു വർഷം. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു നൂറ്റാണ്ടിൽ പടം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു സിനിമയാണ് ആസിഫ് അലി അഭിനയിച്ച് നമ്മുടെ ഒറ്റ എന്ന് പറഞ്ഞ സിനിമ. 2023 റിലീസിന് വന്നൊരു ഡ്രാമ സിനിമയാണ് നമ്മുടെ ഒറ്റ എന്ന് പറഞ്ഞ സിനിമ, ഒരു ഫാമിലി ഡ്രാമ. പടം ഇതുവരെയായിട്ടും OTT റിലീസിന് വന്നിട്ടില്ല. നമ്മുടെ റസൽ പൂക്കുട്ടിയൊക്കെയാണ് സിനിമ സംവിധാനം ചെയ്തത്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ റസൽ പൂക്കുട്ടി പ്രൊഡക്ഷൻ ഹൗസും ചിൽഡ്രൻ റിയൂണൈറ്റഡ് പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ്. കിരൺ പ്രഭാകരനൊക്കെയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. മ്യൂസിക് കമ്പോസിംഗ് നമ്മുടെ M ജയചന്ദ്രനൊക്കെയാണ്. നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ, അതുപോലെ തന്നെ ആസിഫ് അലി എന്നിവരൊക്കെയാണ് പടത്തിലെ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചത്. പടത്തിന്റെ OTT-നെ കുറിച്ച് ഒരു അപ്ഡേറ്റിലും നിലവിൽ ഇത്രയും വർഷമായിട്ട്. എന്തായാലും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ മറക്കാതെ ഈ ഒരു പടത്തിന് അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുക. മറ്റൊരു സിനിമ ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. പടത്തിന്റെ ഭാഗം ഇതുവരെയായിട്ടും ഒരു അപ്ഡേറ്റും ഇല്ല OTT റിലീസ്. സിനിമ നമ്മുടെ ഡിജോ ജോസ് ആന്റണിയാണ് സംവിധാനം. നമ്മുടെ പൃഥ്വിരാജ്, ടൊവിനോ തോമസ് ഒക്കെ പടത്തിൽ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈദു ലൊഹാറ സിനിമയിൽ നായികയായിട്ട്. തിരക്കഥ നമ്മുടെ S സുരേഷ് ബാബു ആണ് ചെയ്തത്. പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ CCC ബ്രദേഴ്സ് എന്നാണ് പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെയാണ്. സിനിമയിലെ മ്യൂസിക് ഒക്കെ നമ്മുടെ ജേക്സ് വിജയ് ആണ്. പടത്തിലെ മ്യൂസിക് ആണെങ്കിലും പിന്നെ സിനിമയുടെ റിവ്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്. എന്നാൽ പോലും പടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. ഫ്ലോപ്പായി പോയി സത്യമാണ്. പക്ഷേ പടത്തിന്റെ OTT റിലീസ് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. സോണിലിയോ മേടിച്ചു എന്ന് റൂമേഴ്സ് ഉണ്ട്. പക്ഷേ സോണിലിയോന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇല്ല. ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടം ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന്. മറ്റൊരു സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു മലയാളം കോമഡി ഡ്രാമ സിനിമയാണ് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ സംവിധാനം നമ്മുടെ വിനയ് ഗോവിന്ദാണ്. മ്യൂസിക് നമ്മുടെ സാം SC ആണ് ചെയ്തത്. പിന്നെ സിനിമ പ്രൊഡക്ഷൻ ഹൗസ് പരിശോധിക്കുകയാണെങ്കിൽ സജീവ് സോമൻ, സുനിൽ ജയൻ, അതുപോലെ തന്നെ പ്രകാശ് ഹിൽ ജയൻ എന്നിവരൊക്കെയാണ്. തിരക്കഥ നമ്മുടെ YV രാജേഷ്, അനൂപ് രവിചന്ദ്രനൊക്കെയാണ്. പടം ഇതുവരെയായിട്ടും OTT റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല. നല്ല കാസ്റ്റ് ഒക്കെ ഉണ്ട്. ചെമ്മൻ വിനോദ്, ജോണി ആന്റണി, ഉണ്ണിമുകുന്ദൻ, നിഖിലമിലൊക്കെ നല്ലൊരു കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയിൽ. എന്നാൽ പോലും പടത്തിന്റെ OTT റിലീസ് പ്രഖ്യാപനം വന്നിട്ടില്ല. മനോരമ മാക്സ് ആണെന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നു സിനിമയുടെ OTT റിലീസിന് ശേഷം, തിയേറ്റർ റിലീസിന് ശേഷം ആദ്യ മാസമൊക്കെ ആയിട്ട്. പിന്നീട് അതിനുശേഷം ഒരു അപ്ഡേറ്റ് ഇല്ല സിനിമയുടെ OTT റൈറ്റ്സ് ആരെ മേടിച്ചത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് പടം ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന്. നിങ്ങളിതിൽ ഏറ്റവും കൂടുതൽ കട്ടായിട്ട് കാത്തിരിക്കുന്ന OTT റിലീസ് ഏത് സിനിമയാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും ഇതിൽ മിസ്സായി പോയ സിനിമയും കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ഈ സിനിമകളിലേക്ക് OTT റിലീസ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന്. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.